ഹലോ ഗൈസ്, ടിടോക്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും വളരെ ആവശ്യത്തിലൊക്കെ അല്ലേ. അപ്പൊ നമ്മൾ സർഫിങ് ചെയ്യാൻ പോയി. നമ്മള് വണ്ടിയുണ്ട്, വണ്ടി പണിക്കാറുണ്ട്, പക്ഷെ വണ്ടി കൊണ്ട് റോഡിലല്ല. വണ്ടി റോട്ടിലൂടെ വണ്ടി ഉപയോഗിച്ച് നമ്മൾ പോയില്ലേ കൂടി ഓടാൻ പോയി. അപ്പൊ എല്ലാ സെറ്റപ്പ് എല്ലാം ഉണ്ടല്ലേ. പോരാത്തിന് നമ്മളെല്ലാവർക്കും ടീമിന് ഉണ്ടല്ലേ. സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നേരെ പോയില്ലേ പോയി തുള്ളടാ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് ഉപയോഗിച്ചാണ് ഇന്ന് സർഫിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരാളാണ് കുറച്ച് വേസ്റ്റ് മെറ്റീരിയലും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമുക്ക് സർഫിങ്. ഗൈസ്, അപ്പൊ നമ്മുടെ നബീൽ ബ്രോ ഇതാ കാർ അവിടെ കൊണ്ടേക്കാൻ പോയെന്ന്. കാരണം പുഴയോട് അടുപ്പിച്ചിട്ട് തന്നെ വെച്ചാൽ നമുക്ക് അതിനുള്ള അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ചില ആൾക്കാരെ വിചാരം എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അമേരിക്കയിൽ ജനിക്കണമെന്നാണ്. ഒരാവശ്യമില്ല, നമ്മൾ കേരളത്തിൽ തന്നെ നമുക്ക് പലതും പറ്റും. അതന്നെ ഗൈസ്, ഇപ്പൊ നമ്മൾ ഒന്നൊന്നര ആഴ്ചയോളം ഈ വീഡിയോന് പറയാൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ചാനലിൽ ഇങ്ങനെ കുറെ നാളായിട്ട് വീഡിയോ ഒന്നും കാണാത്ത. ഇപ്പൊ നിങ്ങൾ പോയ നോക്കിയാൽ തന്നെ ആണ് ഇപ്പൊ നല്ല ആയുള്ള പോയാണ്, നല്ല ഒഴുക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങളും നമുക്ക് സൂക്ഷിക്കാനുണ്ട്. ഇപ്പൊ ഇതാ നബിയിലെ ടയർ ഊരാൻ തുടങ്ങിയതാ. നമുക്കൊരു സർഫിങ് ചെയ്യണമെങ്കിൽ ഒരു 2.5 HP മോട്ടർ മാത്രം മതി. പക്ഷെ നമ്മളടുത്ത് ഇപ്പോൾ 2.5 HP മോട്ടർ ഇല്ലാത്തതുകൊണ്ടും ഒരു 35 HP ഉള്ള ഒരു 800 cc വണ്ടി ഉണ്ടല്ലോ, അതന്നെ മതി. നമുക്ക് കുറച്ച് പവർ കൂടിക്കോട്ടെ, സെറ്റാക്ക് പവർ കയറിട്ട്. അപ്പൊ ടയറങ്ങ് ഊരി റിമ്മങ്ങ് കയറ്റണം. ആ റിമ്മങ്ങ് ഇട്ടേക്കാം. നല്ലൊരു പഴയ റിമ്മാണിത്. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് സ്റ്റെബിലൈസ് ചെയ്യണോ. വണ്ടി 1 ഇഞ്ച് അനങ്ങാൻ പറ്റൂല എന്ത് പറഞ്ഞാലും. ഇപ്പം നമ്മളെ മുമ്പിൽ ലെഫ്റ്റ് സൈഡ് ടയർ ഫുള്ള് ജാക്കി വെച്ച് കല്ല് വെച്ച് ലോഡ് ചെയ്തിട്ടാണുള്ളത്. അതുപോലെ ബാക്കും അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുമ്പിലെ ഈ ഒരു ടയർ മാത്രമേ ഫ്രീ ആയിട്ട് കറങ്ങും ശരിക്കും പറഞ്ഞാൽ. ബാക്കി എല്ലാ സൈഡും നമ്മൾ ജാം ചെയ്ത് വെച്ചിട്ടാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഏത് കാരണവശാലും വണ്ടി ഇവിടെ അനങ്ങാൻ പാടില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവർ രണ്ടാണ് നല്ല നീന്തൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള സേഫ്റ്റി ഇവർ തന്നെ നോക്കിക്കോളൂ. അതുകൊണ്ട് ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ റിമ്മിലിട്ട് കയറങ്ങ് വെട്ടി ടൈറ്റ് ആക്കാൻ വേണ്ടി പോയെന്ന്. അത് അത്രക്കും ടൈറ്റാന്ന് ഉറപ്പിക്കേണ്ട അത്രക്കും അത്യാവശ്യം ഉണ്ട്, അല്ലെങ്കിൽ അത് പൊട്ടിയരാൻ സാധ്യത ഉണ്ട്. ക്ലോക്ക് വൈസ് ആണ് ടയർ ഇറങ്ങുക, അതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് ചുറ്റാം. നമ്മളിപ്പോ ഇങ്ങനെയാണ് ടയർ മുമ്പോട്ടേക്കാണ് കറങ്ങുന്നത്. അപ്പൊ ഇതിങ്ങനെ ടൈറ്റ് ആയിട്ട് പോകും. അപ്പൊ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവർ ഇത്ര ആവശ്യമുള്ളൂ. ഇനി ഇവർക്ക് കൊടുക്കാനുള്ള കാര്യം ഇവിടെ ഉണ്ട്. നമ്മളെ മുത്തുമണികൾ ഇത് കൊടുത്തിട്ട് പോകുന്നതായിരിക്കും. ഇത് നമ്മളെ സാധനം ഏകദേശം തെറ്റിയാറുണ്ട്. കാറൊക്കെ ഒരു പണ്ട് നമ്മൾ അറിയാലോ. പക്ഷെ നോർമൽ നമുക്ക് ഇത് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കോണളവ് കിട്ടിയിട്ടുണ്ട്. ഇതാവുമ്പോൾ ഒറ്റ കൈമ പിടിച്ചിട്ട് വരാം. ആയുധം റെഡി ആയിട്ടുണ്ട്. നമ്മളെ കലാകാരന്റെ ഭയങ്കര വ്യത്യസ്തമായൊരു രൂപകൽപ്പനയാണ് സാധനം സർഫിങ്. സാധനം ഇത് ഇറങ്ങിയിട്ടുണ്ട്, നീന്തിട്ടുണ്ട്. അതുകൊണ്ട് സീനില്ല. പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒയ്ക്ക് നമ്മളെ വലത് സൈഡിലേക്കാണ് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സിറാജും വസീമും. അതുകൊണ്ട് നേരെ തന്നെ വലത് സൈഡ് ഇട്ട് പോവുകയാണ്.